ഇനിയും രേണുസുതി ഇതൊരു വിവാദമായിക്കോട്ടെ, ഈ വിവാദത്തിലൂടെ വീണ്ടും എനിക്ക് പിടിച്ച് കയറാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള വിവാദങ്ങൾ പോലെയല്ല ഏതെങ്കിലും തരത്തിൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ രേണുസുതി നീ പെട്ടുപോകും. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ രേണുസുതിയെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ കുറച്ച് കാലങ്ങൾ കൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് നമ്പർ 1 ആയ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ് രേണുസുതി. ഈ രേണുസുതിയെ കുറിച്ച് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും. 1-2 വിഷയങ്ങൾ ഒഴികെ അങ്ങനെ വളരെ ശക്തമായിട്ട് രേണുസുതിയെ വിമർശിച്ച കണ്ടന്റുകളൊന്നും എൻ്റെ ചാനലില്ല. കാരണം വിധവയായ ഒരു സ്ത്രീ, ചെറുപ്പക്കാരി, അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്യുന്നു. അവർ തിരഞ്ഞെടുക്കുന്നത് അഭിനയ ഫീൽഡാണ്. അത് അവരുടെ പാഷനാണെന്ന് അവർ പലവട്ടം ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ അവരുടെ അഭിനയത്തിന്റെ കഴിവുകേടുകളും ഒക്കെ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല, അതൊക്കെ പ്രേക്ഷകരുടെ മാത്രം വിഷയങ്ങളാണ്. പക്ഷെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് രേണുസുതിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വിവാദങ്ങൾ സൃഷ്ടിക്കുക, അതിലൂടെ ഫെയിം നേടിയെടുക്കുക. അങ്ങനെ നിരവധി വിവാദങ്ങൾ രേണുസുതി സൃഷ്ടിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അറിഞ്ഞും അറിയാതെ മനഃപൂർവ്വമായിട്ടും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അറിയാതെ വിവാദമായിട്ടുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയിട്ടുമാണ്. അപ്പോൾ വിവാദങ്ങളിലൂടെ തനിക്കൊരു ഫെയിം കിട്ടുമെന്ന് മനസ്സിലാക്കിയ രേണുസുതി അതിനെ ഒരു ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം രേണുസുതിക്ക് തന്നെ അറിയാം, ഈ സോഷ്യൽ മീഡിയ ലൈഫ് എന്ന് പറയുന്നത് ഒരു ദീർഘകാല സംഭവമല്ല, അതൊരു ഷോർട്ട് ടൈം മാത്രമാണ് ഉള്ളത്. ആ സമയം കൊണ്ട് മാക്സിമം ഫെയിം ഉണ്ടാക്കുക, മാക്സിമം സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ മാക്സിമം സമ്പാദിക്കുക. ഇതാണ് അവരുടെയും മെത്തേഡ്. ഇപ്പോൾ രേണുസുതി വന്ന് പെട്ടു നിൽക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളല്ല. ഇത് കുറച്ച് സീരിയസ് ആണ്, ഗൗരവപരമായ കാര്യമാണ്. പാണ്ടിക്കാട് കുഞ്ഞിന് ശേഷം ആരെയെന്നുള്ള ചോദ്യത്തിന് സോഷ്യൽ മീഡിയയ്ക്ക് ഇന്നലെ കൊണ്ട് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ആ ഉത്തരമാണ് രേണുസുതിയും പ്രതീക്ഷയും കൂടി ഒരു ലക്കി ഡ്രോ കൂപ്പിട്ട പരസ്യത്തിൽ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. ആ പരസ്യം നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് കാണാം. 500 വീടാണ്, വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിട്ടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, 2ാം സമ്മാനം എന്ന് പറയുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ 3ാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ അടിപൊളി ബൈക്കാണ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്നത് 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഒരു ഭാഗ്യശാലി. കാരണം ഇതാണ് ആ ലക്കി ഡ്രോ കൂപ്പന്റെ പരസ്യം. ഇത് തീർച്ചയായിട്ടും ഇല്ലീഗലായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് പാണ്ടിക്കാട് കുഞ്ഞിന്റെ ആ ലക്കി ഡ്രോ കൂപ്പൺ വിഷയം വന്നപ്പോൾ ആളുകളെല്ലാം എടുത്ത് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു ലോട്ടറി സ്കീം നടത്താൻ സർക്കാരിന് മാത്രം അധികാരമുള്ളൂ. സർക്കാർ ഇതൊന്നും കാണുന്നില്ലേടേ. കാരണം ഇങ്ങനെ വലിയ വലിയ സ്കാമുകൾ നടന്നിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് കണ്ണടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇതിനെയൊക്കെ തീർച്ചയായിട്ടും സർക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇതിനെ ഫിൽട്ടർ ചെയ്ത് തന്നെ വിടേണ്ട കാര്യമാണ്. കാരണം അത്രയധികം ആളുകളാണ് പറ്റിക്കപ്പെടുന്നത്. ഇവിടെ ഒരു 500 രൂപയുടെ കൂപ്പണാണ്. അതെടുക്കുന്ന ആളുകൾക്ക് വീട്, പിന്നെ ബൈക്ക്, മൊബൈല്, അതുപോലുള്ള കുറച്ച് സമ്മാനങ്ങൾ കൂടെ വെച്ചിട്ടുണ്ട്. ഈ സമ്മാനങ്ങളെല്ലാം കൂടെ കൂടി വന്നാൽ ഏകദേശം ഒരു 50 ലക്ഷം രൂപയുടെ മൂല്യം ഉണ്ടാകും. എന്നാൽ ഇവർ നടത്താൻ പോകുന്ന ലക്കി ഡ്രോ കൂപ്പണിൽ കോടികളാവും പിരിഞ്ഞു കിട്ടുക. ഇത് കഴിഞ്ഞ പാണ്ടിക്കാട് കുഞ്ഞന്റെ സ്കീമിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ കുഞ്ഞന്റെ സ്കീമിൽ കുഞ്ഞൻ പറയുന്നൊരു കാര്യമുണ്ട്, കോടികൾ കടമുള്ള ഒരാൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അയാളുടെ കടം വീട്ടാൻ വേണ്ടിയുള്ള ഒരു സ്കീമാണ് എന്ന് പറഞ്ഞു തന്നെയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും ലൈസൻസ് ഇല്ലാതെ ലക്കി ഡ്രോ കൂപ്പൺ നടത്താൻ ഒരാൾക്കും കഴിയത്തില്ല. അത് സർക്കാരിന് മാത്രമാണ് കഴിയുന്നത്. സർക്കാരിന്റെ ലോട്ടറികൾ ആവശ്യത്തിനുണ്ടല്ലോ, ഒരുപാട് ആളുകൾ എടുക്കുന്നുണ്ട്, ആർക്കൊക്കെയോ സമ്മാനം അടിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും സമ്മാനം അടിക്കുന്നില്ല, എങ്കിലും ടിക്കറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ മലയാളികളുടെ ഒരു ക്യാരക്ടറാണ്, നമ്മൾ ഭാഗ്യാന്വേഷികളാണ്. ഇപ്പോൾ ഈ കുഞ്ഞന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു സ്കാം സംഭവിച്ചു, ഒരുപാട് പേർ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞാലും ഇപ്പോൾ നിലവിൽ രേണുസുതി അഭിനയിച്ചിരിക്കുന്ന ഈ പരസ്യം കണ്ടിട്ട് ഈ 500 രൂപ അടയ്ക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നത്. അവരപ്പോഴും ഒരു ഭാഗ്യപരീക്ഷണം നടത്തും. ഈ 500 രൂപ കൊടുത്താൽ എങ്ങാനും ഒരു വീട് കിട്ടിയാലോ, അല്ലെങ്കിൽ പോട്ടെ മറ്റ് സമ്മാനങ്ങൾ പോലെ ബൈക്കോ കാറോ മൊബൈലോ എന്തെങ്കിലും കിട്ടിയാലോ, 500 രൂപ അല്ലേ ഉള്ളൂ എന്ന് കരുതുന്ന ആളുകളും ഉണ്ടാവും. 5 ബമ്പർ ഗിഫ്റ്റ് പോലത്തെ 5 ബമ്പർ ഗിഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട, താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക, വാട്സ്ആപ്പ് നമ്പറിൽ ടിക്കറ്റ് എടുക്കുക. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഇതിൽ നറുക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രേക്ഷകരായിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയം. ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ള കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ ലക്കി ഡ്രോ കൂപ്പൺ എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്, ഇല്ലീഗലാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനിയും രേണുസുതി ഇതൊരു വിവാദമായിക്കോട്ടെ, ഈ വിവാദത്തിലൂടെ വീണ്ടും എനിക്ക് പിടിച്ച് കയറാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള വിവാദങ്ങൾ പോലെയല്ല ഏതെങ്കിലും തരത്തിൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ രേണുസുതി നീ പെട്ടുപോകും. ഊരിയെടുക്കാൻ വലിയ പാടാണ്. മറ്റേതൊക്കെ സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങളാണ്. വേണമെങ്കിൽ മറുപടി പറയാം, ഇഗ്നോർ ചെയ്യാം, അങ്ങനെയൊക്കെ പോകാം. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇത് പാളിപ്പോട്ട് കേസ് വന്നു കഴിഞ്ഞാൽ രേണുസുതി പെട്ടുപോകും. ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ഇതിനെപ്പറ്റി ഉള്ള പ്രതികരണം പറയുന്നുണ്ട്. രേണുസുതി തീർച്ചയായിട്ടും കാണുന്നുണ്ടെങ്കിൽ രേണുസുതിക്ക് പിന്മാറാനുള്ള സമയമുണ്ട്. അതല്ല, ഇനി എന്ത് സംഭവിച്ചാലും റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ രേണുസുതിക്ക് മുന്നോട്ട് പോകാം. വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.